ഹലോ മൈ ഡിയർ എഞ്ചിനീയേഴ്സ്, മക്കളെ എങ്ങനെ പോകുന്നടാ? കീമിൻ്റെ പ്രിപ്പറേഷനൊക്കെ അടിച്ചു പൊളിച്ച് സെറ്റിമായിട്ട് പോകുന്നില്ലേ? അടിപൊളിയായിട്ട് പോട്ടെ കേട്ടോ. പലർക്കും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ബുദ്ധിമുട്ടുകളൊക്കെ ഫീൽ ചെയ്യും. അതൊക്കെ എല്ലാവർക്കും ഫീൽ ചെയ്യും കേട്ടോ. നിങ്ങൾ പേടിക്കേണ്ട. സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളെ ബുദ്ധിമുട്ടൊന്ന് ഇട്ട് നോക്കിയാൽ മതി. അതിന് ഒരുപാട് ആൾക്കാർ ലൈക്കും അതുപോലെ തന്നെ എന്ത് ചെയ്യും, റിപ്ലൈയും ചെയ്യും. കാരണം എന്താ, അവർക്കും അതേ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും മെയിൻ ചെയ്യണ്ട. നമ്മളിന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ കുറച്ച് ഷോർട്സുകൾ നിങ്ങൾക്ക് തരും. അതായത് ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഓപ്ഷൻസിലൂടെ നമ്മൾ കടന്നു പോകും. ഓക്കെ, അപ്പോൾ ഇതാ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. സമയമില്ല, പെട്ടെന്ന് തീർക്കാം. ദാ നോക്കി നിങ്ങൾ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ന്യൂക്ലിയോഫൈൽ അല്ലാത്തത് ഏതാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ ഓർഗാനിക്കിൽ ഫസ്റ്റ് പഠിക്കുന്നുണ്ട് അല്ലേ? എന്താണ് ന്യൂക്ലിയോഫൈൽ, എന്താണ് ഇലക്ട്രോഫൈൽ? ഫൈൽ എന്ന് പറഞ്ഞാൽ മക്കളെ, ഫൈൽ എന്ന് പറഞ്ഞാൽ ഇഷ്ടം, സ്നേഹം, ലവ്, മൊഹബത്ത് അല്ലേ? ആരോടാണ് ഇഷ്ടം? ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിനോടാണ് ഇഷ്ടം. ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിനോടാണ് ഇഷ്ടം. ന്യൂക്ലിയസിന് ഇഷ്ടപ്പെടണമെങ്കിൽ നമുക്കറിയാം ന്യൂക്ലിയസിൻ്റെ ചാർജ് പോസിറ്റീവ് അല്ലേ? അപ്പോൾ ന്യൂക്ലിയസിന് ഇഷ്ടപ്പെടണമെങ്കിൽ, അട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കെട്ടിപ്പിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ന്യൂക്ലിയോഫൈലിലെ ചാർജ് എന്തായിരിക്കണം? ന്യൂക്ലിയസിനെ കെട്ടിപ്പിടിക്കണമെങ്കിൽ അതിൻ്റെ ചാർജ് പോസിറ്റീവ്, അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് ആവണ്ടേ? അപ്പോൾ നെഗറ്റീവ് ചാർജ് ഉള്ള ആളുകളാണ് എന്ത്? ന്യൂക്ലിയോഫൈൽ. അപ്പോൾ ഇലക്ട്രോണിനെ കെട്ടിപ്പിടിക്കണം, ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് അല്ലേ? അപ്പോൾ ഇലക്ട്രോണിനെ കെട്ടിപ്പിടിക്കണമെങ്കിൽ പോസിറ്റീവ് ആയിരിക്കണം, ഇഷ്ടപ്പെടണമെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് ചാർജ് ഉള്ള ആളുകളാണ് എന്ത് അല്ലേ? നെഗറ്റീവ് ചാർജ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടുതലാവില്ലേ മക്കളെ? ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടുമ്പോഴല്ലേ അവിടെ നെഗറ്റീവ് ചാർജ് കൂടുക. ഇവിടെ ഇലക്ട്രോണിൻ്റെ എണ്ണം കുറവായിരിക്കും അല്ലേ? ഇലക്ട്രോണിൻ്റെ എണ്ണം കുറവായിരിക്കും, അതുകൊണ്ടാണ് പോസിറ്റീവ് ചാർജ് വരുന്നത് അല്ലേ? അങ്ങനെയും പറയാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ചോദ്യം എന്താ? അതിലേതാണ് അല്ലേ? അപ്പോൾ ഇതിലേതാണ്, ഏതല്ലാത്തതെന്നല്ലേ? ന്യൂക്ലിയോഫൈൽ അല്ലാത്തത് ഏതാണെന്ന ചോദ്യം. അപ്പോൾ ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ്, അപ്പോൾ ഇതെന്തായാലും ന്യൂക്ലിയോഫൈലാണ്. അപ്പോൾ ഇതെന്തായാലും തെറ്റാണ് അല്ലേ? നമുക്ക് അല്ലാത്തത് ഏതാണ് അല്ലേ? അപ്പോൾ ഇത് പ്ലസ് ചാർജ് വരുന്നില്ലേ? പ്ലസ് ചാർജ് വരുന്ന ഇലക്ട്രോഫൈലിനല്ലേ? അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ ഇവിടെ പ്ലസ് ചാർജും H2O എന്നുണ്ട്, അതുപോലെ തന്നെ ഇതും ഉണ്ട് അല്ലേ? ഇതിനൊന്നും പ്ലസ് ചാർജും മൈനസ് ചാർജും ഇല്ലല്ലോ. നമുക്കറിയാം H2Oയിൽ ലോൺ പെയർ ഉണ്ട്. ലോൺ പെയർ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ കൂടുതലല്ലേ? അപ്പോൾ അവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ട്, അവിടെ ഇലക്ട്രോണുകൾ കൂടുതലുണ്ട്. അപ്പോൾ അതെന്താണ്? ന്യൂക്ലിയോഫൈലാണ് അല്ലേ? ഇവിടെ അതുപോലെ തന്നെ NH2ലും എന്തുണ്ട്? നമ്മുടെ ലോൺ പെയേഴ്സ് ഉണ്ട്. ലോൺ പെയേഴ്സ് ഉണ്ടാവുമ്പോൾ എന്താണ്? അവിടെ ഇലക്ട്രോൺ കൂടുതൽ, അപ്പോൾ നെഗറ്റീവ് ചാർജ് ആവും അതിന് വരിക കേട്ടോ. ന്യൂക്ലിയസിനെ ആവും അതിന് ഇഷ്ടം. ഓക്കെ, അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. സെറ്റ്.